ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ നല്ല സ്നേഹം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് ഈ സ്നേഹം പരത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 47 വാക്യം. നഥനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. സ്ലീഹന്മാരിൽ ഒരുവനാണ് നഥനിയേൽ. ഗലീലയിലെ കാനാവിലാണ് ഭവനം. സുവിശേഷങ്ങളിൽ യോഹന്നാൻ നഥനിയേൽ എന്ന പദം ഉപയോഗിക്കുമ്പോൾ മറ്റ് 3 സുവിശേഷത്തിലും ബർത്തിലോമായി എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു ശിഷ്യനായ ഫിലിപ്പോസിനോട് ചേർന്നാണ് വേദപുസ്തക സൂചനകളിൽ അധികവും. ഫിലിപ്പോസാണ് നഥനിയേലിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. യേശു ഫിലിപ്പോസിനെ കണ്ട് അവനെ ക്ഷണിക്കുമ്പോൾ ഫിലിപ്പോസ് അവനെ അനുഗമിക്കുന്നു. ഫിലിപ്പോസ് അതിനുശേഷം നഥനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും മറ്റു പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരനാണ് എന്ന് നഥനിയേലിനോട് പറയുമ്പോൾ നഥനിയേൽ ചോദിക്കുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അങ്ങനെ പറയുന്ന നഥനിയേലിനോട് ഫിലിപ്പോസ് പറയുന്ന സൂചന വന്ന് കാണുക എന്നാണ്. അങ്ങനെ യേശുവിനെ കാണാൻ അവർ തീരുമാനിക്കുന്നു. അവനെ കണ്ട മാത്രയിൽ യേശുവിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. നഥനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടം ഇല്ല. വളരെ ആശ്ചര്യത്തോടുകൂടി ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് എന്നെ കണ്ടത്? എന്നെ അവിടുന്ന് എങ്ങനെ അറിയും? അപ്പോൾ യേശുവിൻ്റെ മറുപടി, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറയുന്നു. യേശുവിനെ ദൈവപുത്രൻ എന്ന് നഥനിയേൽ തിരിച്ചറിയുന്നു. നഥനിയേലിൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഉത്തരം പറയുന്നു. ക്രിസ്തുവിനെ ദൈവപുത്രനായി തിരിച്ചറിയുന്നതിന് നഥനിയേലിന് സാധിച്ചു. ഈ വ്യക്തിയെ നോക്കി യേശു പറയുന്നു, കപടമില്ലാത്ത വ്യക്തി. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മുടെ കാപട്യങ്ങൾ അഴിച്ചു മാറ്റാം. നമ്മുടെ മുഖംമൂടികളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. കപടമില്ലാത്ത സത്യസന്ധരായ മനുഷ്യരെയാണ് ദൈവത്തിനും ഇന്നത്തെ ലോകത്തിനും ആവശ്യം. നമ്മുടെ വാക്കുകൾ സത്യസന്ധമാവട്ടെ, നമ്മുടെ പ്രവൃത്തികൾ കപടത ഇല്ലാതാവട്ടെ. അങ്ങനെ കാണുമ്പോൾ മറ്റുള്ളവർ നമ്മെപ്പറ്റി പറയും, ഈ മനുഷ്യൻ കപടത ഇല്ലാത്ത ആൾ. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നഥനിയേൽ കണ്ടതുപോലെ വലിയവ കാണാൻ സാധിക്കും. യേശു അവനോട് പറയുന്നു, നീ ഇത് വിശ്വസിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് നഥനിയേലിനോട് പറയുന്നു. നമുക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തയുടെ കപടതകൾ മാറ്റിവെക്കാം. അശുദ്ധമായ ചിന്തകളും മലിനമായ കാഴ്ചകളും കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കി, നമ്മുടെ കണ്ണുകളെ നാം അന്ധമാക്കി. സുഖങ്ങൾ പെരുകി വന്നപ്പോൾ മതിമറന്ന് നിഗളിച്ചുപോയി. അതിൻ്റെ ഫലത്താൽ വീണുപോയി. നമുക്ക് സത്യമായ വാക്കുകൾ ഉച്ചരിക്കാം, നീതിപൂർവം പെരുമാറാം, കപടതയില്ലാത്ത നല്ല മനുഷ്യരാകാം. സത്യമല്ലാത്ത വാക്കുകൾ ശങ്കയെന്നെ ഓതി ഞാൻ, നീതിയല്ലാത്ത ക്രിയകൾ ദയ കൂടാതെ ചെയ്തു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
നഥനീയേലിനെ പോലെ കപടതമില്ലാത്ത വ്യക്തികളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും സത്യസന്ധമായി തീരുവാൻ, കപടത തുടച്ചു മാറ്റി ക്രിസ്തുവുള്ള മനുഷ്യരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.